കേരളത്തിന്റെ അടുത്ത പോലീസ് മേധാവിയെ നിശ്ചയിക്കുന്നതിനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ഉദ്യോഗസ്ഥരുടെ അന്തിമ ചുരുക്കപ്പട്ടികയിലേക്ക് UPSP അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യോഗം അന്തിമ രൂപം നൽകിയിരിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ADGP MR അജിത് കുമാർ പട്ടികയിൽ നിന്നും പുറത്തായി എന്നതാണ്. വ്യാഴാഴ്ച ഡൽഹിയിൽ ചേർന്ന UPSC യോഗത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവിമാരുടെ ചുരുക്കപ്പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകിയത്. റോഡ് സേഫ്റ്റി കമ്മീഷൻ നിതിൻ അഗർവാൾ, IB സ്പെഷ്യൽ ഡയറക്ടർ റവാഡ ചന്ദ്രശേഖർ, ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്ത എന്നിവരാണ് നിലവിൽ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയിരിക്കുന്ന 3 ഉദ്യോഗസ്ഥർ. ഈ 3 പേരിൽ നിന്നും ഒരാളായിരിക്കും കേരളത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി സർക്കാർ തിരഞ്ഞെടുക്കുക. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നിലയും അതുപോലെ തന്നെ പോലീസ് സംവിധാനത്തിന്റെ കാര്യക്ഷമതയും നിർണ്ണയിക്കുന്ന സുപ്രധാനമായ ഒരു പദവിയാണിത്. അതുകൊണ്ട് തന്നെ പുതിയ മേധാവി ആരായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ആകാംക്ഷയാണ് ഉയരുന്നത്. സാധാരണയായി പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ള ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുമ്പോൾ അവരുടെ സർവീസ് റെക്കോർഡുകൾ, അക്കാദമിക് യോഗ്യതകൾ, മുൻപരിചയം, നേതൃത്വ പാഠവും സത്യസന്ധത തുടങ്ങിയ നിരവധി ഘടകങ്ങൾ പരിഗണിക്കുന്നുണ്ട്. UPSP തയ്യാറാക്കുന്ന ചുരുക്കപ്പട്ടിക സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുകയും അതിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ പട്ടികയിൽ ഉൾപ്പെട്ട 3 ഉദ്യോഗസ്ഥർക്കും സ്വന്തമായ വ്യക്തിമുദ്രകളും അതുപോലെ തന്നെ മികച്ച സർവീസ് റെക്കോർഡുകളുമുണ്ട്. ഇവരിൽ ആര് പോലീസ് മേധാവിയായാലും അത് സംസ്ഥാന പോലീസ് സേനയ്ക്ക് പുതിയൊരു ദിശാബോധം നൽകും എന്നത് പ്രതീക്ഷിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കേരള സർക്കാരിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും.